ഇട്ടിട്ട് ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിലാണ്. അവിടുന്ന് പറിച്ചെടുത്ത ആപ്പിളാണ്. പച്ച ആപ്പിൾ കൊണ്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നൊരു ആപ്പിൾ അച്ചാറുണ്ടാക്കാൻ പോകുന്നു. നമ്മൾ അച്ചാറിനുള്ള എല്ലാ സാധനങ്ങളും അടുപ്പിച്ചിട്ടുണ്ട്. ആപ്പിൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2.5 കിലോ ആപ്പിൾ അരിഞ്ഞു വെച്ച്, ഏകദേശം 2.5 കിലോ ആപ്പിളോളം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 200 ഗ്രാം ഇഞ്ചി, ഒരു 200 ഗ്രാം വെളുത്തുള്ളി, 250 ഗ്രാമോളം ചുമന്ന മുളക്, 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 15 പച്ചമുളക്, ഉലുവ, കടുക്, കായം. നമുക്കിനി അച്ചാറിടാൻ തുടങ്ങാവേ. ചട്ടി അടുപ്പേ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലെണ്ണ ഒഴിക്കാം. ഒരു 200 ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ചൂടാവട്ടെ. എണ്ണ ചൂടായി. നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതിടാം. അതൊരു 200 ഗ്രാം വെളുത്തുള്ളി അരിഞ്ഞതുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി അരിഞ്ഞതിടാം. അതും ഒരു 200 ഗ്രാമോളം ഉണ്ട്. 2.5 കിലോയോളം ആപ്പിളിനാണ്. അതുകൊണ്ടാണ് ഇത്രയും കൂടിയ ക്വാണ്ടിറ്റി സാധനങ്ങൾ എടുക്കുന്നത്. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞതിടാം. ഇനി നമുക്ക് തീ കുറച്ചിട്ട് പൊടികളിടാം. കായപ്പൊടിയാണ്, ഒരു ടീസ്പൂണ് കായപ്പൊടി, ഒരു ഇത്തിരിയും കൂടി ഇട്ടിട്ടുണ്ട്. 1.25 ടീസ്പൂൺ കായപ്പൊടി. ഇനി നമുക്ക് ഉലുവാപ്പൊടി ഇടാം. അത് 2 ടീസ്പൂണാണ്. അത്രയും തന്നെ 2 കടുക് പൊടിച്ചത് കൊണ്ട്. നമ്മൾ അച്ചാർ പൊടി ഇടുകയല്ല, അച്ചാർ പൊടി ഉണ്ടാക്കിയിടുകയാണ്. അല്ല, കടയിൽ നിന്ന് മേടിച്ച അച്ചാർ പൊടിയല്ല, നമ്മൾ സ്വയം അച്ചാർ പൊടിയാക്കി എടുക്കുകയാണ്. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണാണ്. ഒരു 250 ഗ്രാം മുളക് പൊടിയുണ്ട്. മുളക് പൊടിയുടെ പച്ചമണം മാറാൻ ഇച്ചിരി തീ കൂട്ടി വെക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ഇടാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വിനാഗിരിയിൽ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതാണ് ഈ ഒഴിക്കുന്നത്. നമുക്കിനി ആപ്പിൾ ഇടാതെ. ആപ്പിൾ കളർ മാറാതിരിക്കാൻ ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച് വെച്ചിരുന്നതാണ്. അല്ലെ ആപ്പിൾ അരിയുമ്പോൾ കളർ ഉപ്പ് മാറുമല്ലോ. നമ്മളിനി 1 കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിക്കുകയാണ്. പച്ചവെള്ളമല്ല ഒഴിക്കുന്നത്, നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ്. പച്ചവെള്ളം ഒഴിച്ചാൽ പൂത്തു പോകും. പടിയിലല്ലേ, അതെല്ലാം കൂടെ ഇളക്കി നമുക്ക് യോജിപ്പിക്കാം. ഞാനിപ്പോഴേ എൻ്റെ മോൻ്റെ അടുത്താണ്. അപ്പോൾ ഇഷ്ടംപോലെ ആപ്പിൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്നാൽ അച്ചാറിടാമെന്ന് ഓർത്തു. നമ്മുടെ അച്ചാറിനെല്ലാം നമ്മൾ ഇച്ചിരി പഞ്ചസാര ചേർക്കാറുണ്ട്. എരിവും പുളിയും എല്ലാം കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആകും. ഈ ചൂട് കൊണ്ട് ആപ്പിൾ വെന്തോളും. ഒത്തിരി തീ കത്തിച്ച് കഴിഞ്ഞാൽ ആപ്പിൾ വെന്തു പോകും. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. ഒത്തിരി മൂക്കാത്ത ആപ്പിളാണ് അച്ചാറിന് നല്ലത്. അത് പച്ചയുമാണ് നല്ലത്. മൂത്ത് കഴിഞ്ഞാൽ പിന്നെ മധുരമാകും. നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുകയും വേണം.